മലയാളത്തിലും തമിഴിലുമെല്ലാം സാന്നിധ്യമറിയിച്ച നടിയാണ് അഞ്ജലി നായർ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അഞ്ജലിയെ തേടിയെത്തിയിട്ടുണ്ട്. ഈയടുത്ത് തമിഴ് ചിത്രം ചിത്തയിലൂടെ ഫിലിംഫെയർ പുരസ്കാരവും അഞ്ജലി നേടിയിരുന്നു. ഇപ്പോഴിതാ അഞ്ജലിയുടെ പാതയിലൂടെ മകൾ ആവണിയും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ARM ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് ആവണി കയ്യടി നേടി. സമീപകാലത്തായിരുന്നു അഞ്ജലിയുടെ വിവാഹം. തൻ്റെ പുനർവിവാഹത്തെക്കുറിച്ച് അഞ്ജലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഞ്ജലി മനസ്സ് തുറന്നിരിക്കുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യം വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ദാമ്പത്യം ആലോചനയിൽ പോലുമില്ലായിരുന്നു. ജിബൂട്ടി എന്ന സിനിമ പലതിൻ്റെയും തുടക്കമാണ്. കോവിഡിന് മുമ്പാണ് ആ ഓഫർ വന്നത്. മോളുടെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് 15 ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി മകളുടെ സമ്മതം വാങ്ങിയാണ് പുറപ്പെട്ടത്. ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായപ്പോൾ കോവിഡ് വന്നു. ലോകം തന്നെ നിശ്ചലമായപ്പോൾ നാട്ടിലേക്ക് വിമാനം പോലും കിട്ടാതെ 3 മാസം അവിടെ കുടുങ്ങി എന്നും അഞ്ജലി ഓർക്കുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയ മാത്രമായിരുന്നു കൂട്ട്. അങ്ങനെയിരിക്കെ ഒരു മെസ്സേജ്: ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന്. ചെന്നൈയിൽ തമിഴ് സിനിമകളിലൊക്കെ അസോസിയേറ്റായി ജോലി ചെയ്യുന്ന അജിത് രാജുവാണ് അയച്ചിരിക്കുന്നത്. വെങ്കട് പ്രഭു സാറിൻ്റെയും കമൽഹാസൻ സാറിൻ്റെയും സിനിമകളിൽ ജോലി ചെയ്ത അദ്ദേഹം 41 എന്ന സിനിമയിൽ ലാൽ ജോസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. 12 വർഷം മുമ്പ് എന്നെ ഒരു പരസ്യ ചിത്രത്തിനു വേണ്ടി ഓഡീഷൻ ചെയ്തിട്ടുണ്ടത്രേ. അങ്ങനെയാണ് അഞ്ജലി ആ പരിചയം പുതുക്കലിനെ ഓർക്കുന്നത്. ഇടയ്ക്ക് ചാറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹവും വിവാഹമോചിതനാണെന്നും 2ാം വിവാഹം ഉറപ്പിച്ചു എന്നും പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പായി ലുഡോ കളിക്കാൻ തുടങ്ങി. ആവണിക്ക് കൗതുകം തോന്നാനായി അദ്ദേഹം ഭൂതമെന്നാണ് ടൈറ്റിൽ ഇട്ടത്. അങ്ങനെ ആവണിയും ഭൂതവും തമ്മിൽ വൈബ് സെറ്റായെന്നും അഞ്ജലി പറയുന്നു. മുൻപേ ഉണ്ടായിരുന്ന വിവാഹാലോചന മുടങ്ങിയതോടെ എന്നോട് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു. അതേസമയം ആവണിയാണ് യെസ് പറഞ്ഞതെന്നും താരം പറയുന്നു. ബാലതാരമായാണ് അഞ്ജലി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പിന്നീട് തമിഴിലൂടെ നായികയാവുകയായിരുന്നു. സീനിയേഴ്സിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. തുടർന്ന് നിരവധി സിനിമകൾ അഭിനയിച്ചു. ബെൻ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയെടുക്കുന്നത്. തുടർന്ന് കമ്മട്ടിപ്പാടം, ഒപ്പം, പുലിമുരുകൻ, ടേക്ക് ഓഫ്, ഫോറൻസിക്, ദൃശ്യം 2, ആറാട്ട് തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. തമിഴിലും സജീവമാണ്. വാതിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമ. തമിഴ് ചിത്രം ചിത്തയിലാണ് ഒടുവിലായി അഞ്ജലി അഭിനയിച്ചത്.